9 meter long is connected at A and B, 2 points on the same level, 8 meter apart. A load of 300 Newton is suspended from a point C on the rope, 3 meter from A. What load connected to a point D on the rope, 2 meter from B, is necessary to keep portion CD parallel to AB? So, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് KTU 2019 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഡിസംബറിൽ 2019 കഴിഞ്ഞ എക്സാമിന് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്ന നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. സോ ഇതൊരു 8 മീറ്റർ അപ്പാർട്ടായിട്ട് വരച്ചിരിക്കുകയാണ്. റോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 മീറ്റർ ആണ്. സോ ഇങ്ങനെ ഒരു റോപ്പ് ഉണ്ടെന്ന് വയ്ക്കുക. ഇങ്ങനെ ഉണ്ടെന്ന് വയ്ക്കുക. ഈ പോയിന്റാണ് സി, ഈ പോയിന്റാണ് ഡി. സിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് 300 ന്യൂട്ടൺ ആണ്. ഡിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് സപ്പോസ് എഫ് ആണെന്ന് വയ്ക്കുക. ആ എഫ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എ മുതൽ സി വരെയുള്ള ലെങ്ത് 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ബി മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. മൊത്തം റോപ്പിൻ്റെ ലെങ്ത് 9 മീറ്റർ ആണ്. 9 മീറ്ററിൽ 3ഉം 2ഉം കൂടെ പോയി കഴിഞ്ഞാൽ ബാക്കി സി ഡിയുടെ ലെങ്ത് എത്രയായിരിക്കണം? 4 മീറ്റർ ആയിരിക്കണം. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദി ലോഡ് അറ്റ് ഡി വിച്ച് ഷുഡ് ബി അപ്ലൈഡ് സോ ദാറ്റ് സി ഡി ഈസ് പാരലൽ ടു എ ബി. അപ്പോൾ നമ്മൾ സി ഡി എ ബിക്ക് പാരലലായിട്ടാണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. സോ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ സപ്പോസ് തീറ്റ ആണെന്ന് വയ്ക്കുക. ഓക്കെ, ഈ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് ഞാൻ ഈ ലെങ്ത് എ സപ്പോസ് ഇത് എം ആണെന്ന് വയ്ക്കുക, ഇത് എൻ ആണെന്ന് വയ്ക്കുക. എ മുതൽ എം വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്ന് വിളിച്ചു. സി മുതൽ എം വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ വൈ എന്ന് വിളിച്ചു. ഇതേ വൈ തന്നെ ആയിരിക്കും ഡി മുതൽ എൻ വരെയുള്ള ഡിസ്റ്റൻസ്, അത് എന്ത് തന്നെ ആയിരിക്കും? വൈ തന്നെ ആയിരിക്കും. എൻ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? മൊത്തം ലെങ്ത് 8 ആണ്. മൊത്തം ലെങ്ത് 8 ആണ്. ആ 8ൽ നിന്ന് ഈ ലെങ്ത് 4 ആണ്. എം തൊട്ട് എൻ വരെയുള്ള ഡിസ്റ്റൻസ് 4 ആണ്. എ തൊട്ട് എം വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇപ്പോൾ 4 പ്ലസ് എക്സ് 8ൽ നിന്ന് കുറയ്ക്കണം. സോ 8 മൈനസ് 4 പ്ലസ് എക്സ് അതെന്ന് പറയുന്നത് 4 മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 മൈനസ് എക്സ്. ഓക്കെ, ഇനി രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ എ സി എം. എ സി എമ്മിൽ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 3 സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, അതായത് ട്രയാങ്കിൾ ബി ഡി എൻ. ട്രയാങ്കിൾ ബി ഡി എൻ. ബി ഡി എൻ കൺസിഡർ ചെയ്യുമ്പോൾ 2 സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 12 പ്ലസ് 8x മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൂടെ 9 എന്ന് എഴുതി. അപ്പോൾ അതിൽ നിന്ന് വൈ സ്ക്വയറിന് നമ്മൾ ഇക്വേഷൻ കണ്ടെത്താം, വിച്ച് ഇംപ്ലൈസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ. ഒന്നുകിൽ എക്സ് സ്ക്വയറിന് അല്ലെങ്കിൽ വൈ സ്ക്വയറിന് ഏതിനെങ്കിലും ഒന്നിന് ഇക്വേഷൻ കണ്ടെത്താം. അപ്പോൾ ഇതിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ രണ്ട് വൈ സ്ക്വയറും ഇക്വേറ്റ് ചെയ്യാം. വൈ സ്ക്വയർ ഇക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ ഇക്വൽ ടു മൈനസ് 12 പ്ലസ് 8x മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇക്വേറ്റിംഗ് 1 ആൻഡ് 2, 1ഉം 2ഉം ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 9 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 12 പ്ലസ് 8x മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു 21/8 അല്ലെങ്കിൽ
2.625 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ലെങ്ത് എക്സ് എത്ര കിട്ടി? 2.625. ഇനി അടുത്ത് വൈ എങ്ങനെ കണ്ടുപിടിക്കും? വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഓഫ് എക്സ് ഇൻ എനി വൺ ഓഫ് ദി ഇക്വേഷൻ. ഇപ്പം ഞാൻ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വൈ എത്ര കിട്ടും? വൈ സ്ക്വയർ ഈക്വൽ ടു 9 - x² ആണ്. എക്സിൻ്റെ വാല്യൂ എനിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ വൈ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.452 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഈ തീറ്റ കണ്ടുപിടിക്കാം. തീറ്റയും കിട്ടും, അതേപോലെ ഞാൻ സപ്പോസ് ഈ ആംഗിളിനെ ഫൈ എന്നാണ് വിളിക്കുന്നതെങ്കിൽ തീറ്റയും കിട്ടും ഫൈയും കിട്ടും. കാരണം എന്താണ്? ഈ വൈയും അറിയാം എക്സും അറിയാം, ഈ വൈയും അറിയാം 4 - x അറിയാം. ഓക്കെ, അപ്പോൾ ഫ്രം ട്രയാങ്കിൾ ACM, ഇപ്പോൾ ACM തന്നെ എടുക്കുക വീണ്ടും ട്രയാങ്കിൾ. ഫ്രം ട്രയാങ്കിൾ ACM നമുക്ക് 3 സൈഡ്സും അറിയാം. അപ്പോൾ ഒന്നുകിൽ സൈൻ തീറ്റ എടുക്കാം, കോസ് തീറ്റ എടുക്കാം, അല്ലെങ്കിൽ ടാൻ തീറ്റ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ സപ്പോസ് സൈൻ തീറ്റ ആണെന്ന് നോക്കിയാൽ സൈൻ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ശരിയല്ലേ? ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ എത്ര? 2.625 ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ എത്ര? 3. അങ്ങനെ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2.625 ഡിവൈഡ് ബൈ 3. അത് കിട്ടുന്നത് തീറ്റ നമുക്ക് 61.04 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? സോ തീറ്റ ഈക്വൽ ടു 61.04. ഇനി കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എഫ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ആദ്യം പോയിന്റ് സി കൺസിഡർ ചെയ്യാം. ഇപ്പം ഞാൻ സീനെ എടുക്കുകയാണ്, ഇവിടെ സീനെ മാത്രം എടുക്കുകയാണ്. സീനെ കൺസിഡർ ചെയ്താൽ സിയിൽ 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. ഒരെണ്ണം CD എന്ന് പറയുന്ന റോപ്പിലുള്ള ടെൻഷൻ, അതിനെ TCD എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. വെർട്ടിക്കലി ഡൗൺവേർഡ് ഞാൻ ഒരു ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, 300 ന്യൂട്ടൺ. ഓക്കെ, ഇനി എലോങ് ദി റോപ്പ് AC ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ടെൻഷൻ ഓഫ് റോപ്പ് AC ആയിരിക്കും, അതായത് TAC എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒന്നുകിൽ നമുക്ക് ഈ പോയിന്റ് സി ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് പോയിന്റ് സിയിലെ ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് സിഗ്മ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ വെർട്ടിക്കൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു 0. അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മും വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സം ഈക്വൽ ടു 0 എന്ന് ആയിരിക്കണം. അതേപോലെ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മും 0 ആയിരിക്കണം. എങ്കിലേ പോയിന്റ് സി എന്തിലാവുള്ളൂ? ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. സോ അത് ഒരു ഇക്വിലിബ്രിയം ഇക്വേഷനാണ്. അതേപോലെ നമ്മൾ സിമ്പിളായിട്ട് വേറൊരു ഇക്വിലിബ്രിയം ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. ഒന്ന് റിക്കളക്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റിൽ 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും? ലാമീസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. യെസ്, കറക്റ്റാണ്. ലാമീസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ലാമീസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 3 ഫോഴ്സ് ഉണ്ട്. ഓക്കെ, കറക്റ്റാണ്, 3 ഫോഴ്സ് ഉണ്ട്. ഈ 3 ഫോഴ്സിൻ്റെയും ഒരു ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഫോഴ്സസ് ഉണ്ടല്ലോ, ആ ഫോഴ്സസ് തമ്മിലുള്ള ആംഗിൾ വേണം. ഓക്കെ, ഇവിടെ ആ ആംഗിൾസ് എല്ലാം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സപ്പോസ് TAC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫോഴ്സസ് ഏതൊക്കെയാണ്? TCDയും 300. അത് തമ്മിലുള്ള ആംഗിൾ നമുക്കറിയാമോ? യെസ്, അറിയാം. അത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ അത് 90 ഡിഗ്രി, അത് നമുക്കറിയാം. ഇനി അടുത്തത് വേണ്ടത്, ഞാനിപ്പോൾ 300 ന്യൂട്ടൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 2 ഫോഴ്സസ് ഏതാണ്? TACയും TCDയും. അപ്പോൾ TACയും TCDയും തമ്മിലുള്ള ആംഗിൾ എനിക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ TACയും TCDയും തമ്മിലുള്ള ആംഗിൾ അറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീറ്റ കണ്ടുപിടിച്ചത്. ഇപ്പോൾ തീറ്റയുടെ വാല്യൂ ഈ തീറ്റയുടെ വാല്യൂ എത്രയാ? 61.04. ഇത്രയും ആംഗിളിൻ്റെ വാല്യൂ എത്രയാ? 90. സോ അപ്പോൾ ഇത്രയും ആംഗിളിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം? 90 + 61.04. അത് വരാൻ പോകുന്നത് 151.04 ഡിഗ്രി. ശരിയല്ലേ? കറക്റ്റാണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഈ ആംഗിൾ 61.04 ആണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആംഗിൾ എത്രയാ? 180 ഡിഗ്രിയാണ്. അപ്പോൾ 180യിൽ നിന്ന് 61.04 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതാ ഈ 2 ഫോഴ്സസ് തമ്മിലുള്ള ആംഗിൾ കിട്ടും. അപ്പോൾ ആ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി മൈനസ് 61.04. അതെനിക്ക് കിട്ടാൻ പോകുന്നത് 118.95.
118.95. ഇനി എനിക്ക് ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. ലാമീസ് തിയറം പറയുന്നത് എന്താണ്? 300 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദി അതർ ടു ഫോഴ്സസ്. അതർ ടു ഫോഴ്സസ് ഏതാണ്? ടി എ സിയും ടി സി ഡിയും. അത് നമ്മൾ ആംഗിൾ എത്ര? 151.04 ഈക്വൽ ടു ടി എ സി ഡിവൈഡഡ് ബൈ സൈൻ അതർ ടു ഫോഴ്സസ് ഏതാണ്? ടി സി ഡിയും 300. അത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? സൈൻ 90 ഈക്വൽ ടു ടി സി ഡി ഡിവൈഡഡ് ബൈ സൈൻ അതർ ടു ഫോഴ്സസ് ടി എ സിയും 300. അത് തമ്മിലുള്ള ആംഗിൾ 118.95. അങ്ങനെ എനിക്ക് ടി എ സി കിട്ടും. ടി എ സി കിട്ടാൻ വേണ്ടിയിട്ട് ഏതാണ്? ഇതാ ഈ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. കാരണം ഇതിൽ 300 അറിയാം, സൈൻ ഓഫ് 151.04 അറിയാം, ഇതിനകത്ത് സൈൻ 90യുടെ വാല്യൂ അറിയാം. ഏത് മാത്രമേ ഉള്ളൂ അണ്ണോൺ? ടി എ സി. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടി എ സിയുടെ വാല്യൂ കിട്ടും. അതേപോലെ ഇതും ലാസ്റ്റ് രണ്ട്, ഫസ്റ്റും ലാസ്റ്റും ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടി സി ഡി കിട്ടും. അങ്ങനെ ടി എ സി എനിക്ക് കിട്ടുന്നത് 619.58 ന്യൂട്ടൺ എന്നും ടി സി ഡി കിട്ടാൻ പോകുന്നത് 542.11 ന്യൂട്ടൺ എന്നും. ഓക്കെ, സോ ഇനി അടുത്തത് നമ്മൾ ഡി എന്നുള്ള പാർട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഡി എന്നുള്ള പാർട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് വേണ്ടത് ഫൈ എന്ന് പറയുന്ന ആംഗിളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫൈ എന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ട്രയാംഗിൾ കൺസിഡർ ചെയ്യണം? ട്രയാംഗിൾ ബി ഡി എൻ എന്ന് പറയുന്ന റൈറ്റ് ട്രയാംഗിൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫൈയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 4 - എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. ഫൈയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് വൈ നമുക്കറിയാം 1.452 ആണ്. ഇനിയിപ്പോൾ കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇപ്പോൾ 1.452 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് വെച്ചാൽ ഈ ലെങ്ത്, അത് 2 ആണ് തന്നിരുന്നത്. അങ്ങനെ ഫൈ കിട്ടുന്നത് 43.447 ഡിഗ്രീസ്. ഓക്കെ, ഇനി അടുത്ത് ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഡിയിൽ ഇങ്ങോട്ടേക്ക് ഒരു ടെൻഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ടി ബി ഡി. ഇവിടെ ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ടെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ടി സി ഡി. അപ്പോൾ ഈ ടി സി ഡി എന്നുള്ള വാല്യൂ നമ്മൾ തൊട്ട് മുന്നത്തെ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്, ടി സി ഡി. ഇവിടെ നിന്ന് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നതാണ് എഫ്. ഈ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 43.447 എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ചെറിയ ആംഗിളാണ്. സോ അപ്പോൾ ഈ ചെറിയ ആംഗിൾ പ്ലസ് 90 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള ആംഗിൾ കിട്ടും. അതേപോലെ ഈ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. 180യിൽ നിന്ന് 43.447 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ടി ബി ഡിയും എഫും തമ്മിലുള്ള ആംഗിൾ കിട്ടും. അപ്പോൾ ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് ലാമീസ് തിയറം തന്നെ അപ്ലൈ ചെയ്യാം. ലാമീസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? എഫ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദി അതർ ടു ഫോഴ്സസ്, സൈൻ 113.447 ഈക്വൽ ടു ടി സി ഡി. ടി സി ഡി നമുക്ക് ഓൾറെഡി അറിയാം, അതിൻ്റെ വാല്യൂ എത്രയാ? ടി സി ഡിയുടെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചതാണ്, 542.11 ഡിവൈഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ അതർ ടു ഫോഴ്സസ്. അതർ ടു ഫോഴ്സസ് എന്ന് പറയുന്നത് 136.552. ഈ 136.552 കിട്ടിയത് 180യിൽ നിന്ന് 43.447 കുറയ്ക്കുമ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടി ബി ഡി ഡിവൈഡഡ് ബൈ ആംഗിൾ ബിറ്റ്വീൻ അതർ ടു എന്ന് പറയുന്നത് സൈൻ എത്രയായിരിക്കും? 90 ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് എഫ് കിട്ടും. എഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് ചെയ്താൽ മതി. അപ്പോൾ എഫ് നമുക്ക് കിട്ടാൻ പോകുന്നത് 572.09 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ഇതാണ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. അപ്പോൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു, ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ നമസ്കാരം.